അതെ, ഇവിടെ ഒരാളുടെ സ്കൂൾ ട്രിപ്പാണ് കേട്ടോ, ഊട്ടിയിലേക്ക്. അപ്പോൾ ബാഗ് പാക്കിംഗ് സീനാണ് ഈ കാണാൻ പോകുന്നത്. സകലവിധ സന്നാഹങ്ങളുമായിട്ടാണ് പോകുന്നത്. ഒരൊറ്റ നൈറ്റ് ഫ്രണ്ട്സുമായി സ്ലീപ്പ് ഓവർ കിട്ടുന്നത് ആർമാദിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഐറ്റംസാണ് ഇതിൽ പലതും. ചെസ് ബോർഡ്, ഗ്ലോവ്സ്, കാർഡ്സ്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഫുഡ് ഐറ്റംസ് എല്ലാം. ഇതെല്ലാം കുത്തി നിറച്ച ബാഗിൻ്റെ അവസ്ഥ കാണണ്ടേ. അപ്പോൾ നമ്മൾ പുറപ്പെട്ടു കേട്ടോ. നല്ല അർദ്ധരാത്രിയാണ്, സമയം 3:30. നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ചന്ദ്രാപിനി SM വിദ്യാഭവനിലേക്ക്. 3:45 അവിടെ എത്തേണ്ട രീതിയിലാണ് പോകുന്നത്. ട്രാഫിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സമയം നല്ല സുഗമമായിട്ട് ഡ്രൈവ് ചെയ്യാനും പോകാനും പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. വളരെ കുറവ് കുട്ടികളെ എത്തിയിട്ടുള്ളൂ. ഇനിയും ഇഷ്ടത്തിന് കുട്ടികൾ വരാനുണ്ട്. എല്ലാവരുടെയും ഒപ്പം പേരൻസും ഉണ്ട്. ഇങ്ങനെ മിഡ് നൈറ്റ് സമയം സ്കൂളിനെ കാണുന്നത് വളരെ റയർ സിറ്റുവേഷൻസിലാണല്ലോ. അപ്പോൾ വളരെ ശാന്തമായ സ്കൂളും പരിസരവും. ആ ഓരോ ക്ലാസ് റൂമുകളിലും കലപില ഒച്ചകളൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ പകൽ സമയങ്ങളിൽ സ്കൂളിലേക്ക് കയറി വരാറ്. അതാണ് ശരിക്കും സ്കൂൾ വൈബ്. ഇപ്പോൾ ക്ലാസ് റൂമുകളിലൊന്നും കുട്ടികളില്ല. ഗ്രൗണ്ടിലാണ് എല്ലാ കുട്ടികളും വെയിറ്റിംഗ് ഫോർ ദെയർ ബസ്സസ്. എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ടാണ് കേട്ടോ നടക്കുന്നതും നിൽക്കുന്നതും സംസാരിക്കുന്നതും. സ്കൂളിൻ്റെ കുറച്ച് മഹിമ കണ്ടാലോ. ഇവിടുത്തെ നല്ല സ്മാർട്ടായ കുട്ടികൾ സ്കൂളിൻ്റെ നെറുകയിൽ ചാർത്തി കൊടുത്ത സമ്മാനങ്ങൾ. സഹോദയ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ ഡിസ്ട്രിക്റ്റ് ലെവലിൽ SM വിദ്യാഭവൻ ഫസ്റ്റായിരുന്നു. സ്റ്റേറ്റ് ലെവലിലേക്ക് വന്നപ്പോഴത്തേനും അത് 8ാം സ്ഥാനമായി മാറി. എങ്കിൽ പോലും തിളക്കം തന്നെ. വരുന്നു നമ്മുടെ ഫസ്റ്റ് ടൂറിസ്റ്റ് ബസ്. സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആർപ്പുവിളികളും ആരവങ്ങളുമായിട്ട് കുട്ടികൾ ആ സ്കൂൾ ബസ്സിനെ വരവേറ്റുകൊണ്ടിരിക്കുന്നു. നല്ല ലൈറ്റൊക്കെ ഇട്ട് മ്യൂസിക്കൊക്കെ വെച്ച് നമ്മൾ നല്ല പ്രൗഢിയുടെ തല ഉയർത്തി ആഡംബര ടൂറിസ്റ്റ് ബസ്, നമ്പർ 1 ആഡംബര ടൂറിസ്റ്റ് ബസ് SM വിദ്യാഭവൻ്റെ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത ബസ് പിന്നാലെ വരുന്നുണ്ട്. വന്നവരെല്ലാം പൂരത്തിന് ആനകളെ ചമച്ച് നിർത്തിയ പോലെ 1 by 1 ആയി ഒരു സീരീസ് ആയിട്ട് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ബസ് കണ്ട് നിൽക്കാനുള്ളതുണ്ടല്ലേ. എനിക്ക് ശരിക്കും പൂരപ്പറമ്പാണ് ഓർമ്മ വന്നത് കേട്ടോ. പൂരത്തിന്, ഞങ്ങളുടെയൊക്കെ ഉത്സവത്തിന് ആനകളെ ഫുൾ ചമയങ്ങളിട്ട് ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുന്ന ആ രംഗമാണ് നമുക്കിതുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. 3ാമത്തെ ബസ് എത്തി. 4ാമത്തെ ബസ് എത്തിയിരിക്കുന്നു. 4ാമത്തെ ബസ്സിനെ അവർ ബാക്കോട്ട് വിട്ട് 5ാമത്തെ ബസ്സിനെയാണ് അവരിവിടെ അവരുടെ കൂട്ടത്തിൽ പാർക്ക് ചെയ്യിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് ഇന്ന് 10ാം ക്ലാസ് മാത്രമല്ല ടൂർ പോണത്, +2കാരും പോകുന്നുണ്ട്. അപ്പോൾ അവർ പോകുന്ന ബസ്സുകളൊക്കെ വേറൊരു ഏരിയയിലേക്കാണ് പാർക്ക് ചെയ്യിച്ചിരിക്കുന്നത്. കുട്ടികൾ ഓരോരുത്തരായിട്ട് വരിയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗേൾസ് ബസ്സിലേക്ക് ഗേൾസ് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നു. ബോയ്സിൻ്റെ ബസ്സിലേക്ക് ബോയ്സ് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നു. മൊത്തം 4 ബസ്സാണ്. 2 ബസ് ഗേൾസിനും 2 ബസ് ബോയ്സിനും. കിച്ചു, കുട്ടികളെ അക്കമ്പനി ചെയ്യുന്ന ടീച്ചേഴ്സ്, പിന്നെ അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ട് പ്രിൻസിപ്പാളും PT മാഷും എല്ലാവരും സജീവമായി സ്മാർട്ടായിട്ട് ഇവിടെയുണ്ട്.
ടീച്ചർ ഒരാൾ ബസ്സിലേക്ക് കയറുന്ന രംഗമായിരുന്നു അത്. അപ്പോൾ ഫസ്റ്റ് ബസ് ഫുള്ളി ഓക്യുപ്പൈഡായി സ്റ്റുഡൻസും അവരുടെ ഒപ്പം പോകേണ്ട ടീച്ചേഴ്സും. അവസാനം എന്താ ബസ്സിൻ്റെ കിളിയും ഡ്രൈവറും എല്ലാവരും കയറി കഴിഞ്ഞു. പ്രിൻസിപ്പാൾ ഇവിടെ തന്നെയുണ്ട്. ഫസ്റ്റ് ബസ് ഇതാ നീങ്ങാൻ പോവുകയാണ്, പുറപ്പെടാൻ പോവുകയാണ്. പാരൻസും കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരെ യാത്ര അയച്ചു. കുട്ടികളുടെ കണ്ണിലെ തിളക്കവും ചിരിയും ഒക്കെ എന്ത് രസമാണ്. ഇപ്പോൾ ഇങ്ങനെ 1 by 1 ആയി ഓരോ ബസ്സും സ്കൂൾ ഗ്രൗണ്ട് വിട്ടു. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവേലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവേലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ. ഇതാണ് അടുത്ത സൈഡ്. ഇവിടെ +2കാർക്ക് പോകാനുള്ള ബസ്സുകളും എല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാം സ്കൂൾ ഗ്രൗണ്ട് വിട്ടതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പുറപ്പെട്ടു. റോഡുകളിൽ ചായക്കടകളൊക്കെ ലൈവായിട്ടുണ്ട്. ഒരു ചായ കുടിച്ചാലോ എന്ന് ആലോചിച്ചു. പിന്നെ മ്യൂസിക്കൊക്കെ വെച്ച് കുറേ മെമ്മറീസുമായിട്ടാണ് ഈ ഡ്രൈവ്. പണ്ട് നമ്മൾ ടൂറ് പോയിരുന്നതും ആ സമയത്തെ നമ്മളുടെ നിഷ്കളങ്കമായ ചിരികളും കളികളും എനർജിയും എല്ലാം കാറിൽ വെച്ച മ്യൂസിക്കിനൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോന്നി എന്നാൽ ചായ കുടിക്കണ്ട, നല്ല രസമുണ്ട് ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഡ്രൈവ് ചെയ്യാൻ. അങ്ങനെ അതെല്ലാം ആലോചിച്ച് ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ ചേലുള്ളവയെല്ലാം വരവാകുന്നത് പോലെ പുലരൊളിയുടെ കസവണീണ മലരുകളുടെ രസനടനം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകൾ